DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ 63 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയ ആശ്വാസമായി 2026 ആദ്യത്തെ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. ജനുവരി മാസത്തെ പെൻഷൻ തുകയായ 2000 രൂപയാണ് ഇപ്പോൾ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വിതരണം അല്പം വൈകിയാണ് ആരംഭിച്ചതെങ്കിലും ഗുണഭോക്താക്കൾക്ക് ഈ തുക ലഭ്യമാകുന്നത് വലിയൊരു ആശ്വാസം തന്നെയാണ്. കഴിഞ്ഞ ദിവസം തന്നെ പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. എന്നാൽ ബാങ്ക് അവധിയും മറ്റ് സാങ്കേതിക കാരണങ്ങളും മൂലം പലർക്കും തുക ലഭിച്ചിരുന്നില്ല. ഇന്നലെ മുതൽ വിതരണം ആരംഭിച്ചെങ്കിലും ഇന്നു മുതലാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തി തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് ബാങ്കിംഗ് സമയം ആരംഭിച്ചത് മുതൽ വിതരണം സജീവമായിട്ടുണ്ട്. ഇന്നലെ അക്കൗണ്ടിൽ പണം ലഭിക്കാത്തവർക്ക് ഇന്ന് 10 മണിക്ക് ശേഷം തുക ക്രെഡിറ്റായി തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ഏകദേശം 26 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ ലഭിക്കുന്നത്. ശേഷിക്കുന്നവർക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി വീടുകളിൽ നേരിട്ട് പെൻഷൻ എത്തിച്ചു നൽകും. വീടുകളിലേക്കുള്ള ഈ വിതരണം നാളെയോ മറ്റന്നാളോ മുതൽ പൂർണ്ണതോതിൽ സജീവമാകുവാനാണ് സാധ്യത. പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ള ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് 200, 300, 500 എന്നീ തുകകൾ കുറഞ്ഞായിരിക്കും ആദ്യഘട്ടത്തിൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. അതായത് 1800, 1700, 1500 എന്നിങ്ങനെയായിരിക്കും കേന്ദ്രവിഹിതക്കാരുടെ അക്കൗണ്ടിൽ തുക ക്രെഡിറ്റ് ആയിട്ടുണ്ടാവുക. ഇത്തരത്തിൽ കുറഞ്ഞ തുക ലഭിക്കുന്നവർ ആശങ്കപ്പെടേണ്ടതില്ല. കേന്ദ്രവിഹിതമായ ബാക്കി തുക നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ PFMS സംവിധാനം വഴി അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തും. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾക്കൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷൻ വിതരണവും നടക്കുന്നുണ്ട്. എന്നാൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ വിതരണത്തെക്കുറിച്ച് പ്രത്യേക അറിയിപ്പുകളൊന്നും തന്നെ വന്നിട്ടില്ല. പെൻഷൻ തുടർച്ചയായി ലഭിക്കുന്നതിനായി വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്ന 60 വയസ്സിൽ താഴെ പ്രായമുള്ള സ്ത്രീകൾ ഒരു പ്രധാന കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. തങ്ങൾ പുനർവിവാഹം ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട്. ഇത് സമർപ്പിക്കുവാനുള്ള സമയപരിധി 2026 മാർച്ച് വരെ സർക്കാർ ഇപ്പോൾ ദീർഘിപ്പിച്ചിരിക്കുകയാണ്. മാർച്ച് മാസം വരെ ഈ സർട്ടിഫിക്കറ്റ് നൽകിയില്ലെങ്കിലും പെൻഷൻ തടസ്സപ്പെടില്ലെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നിശ്ചിത സമയത്തിനുള്ളിൽ രേഖകൾ സമർപ്പിക്കാത്തവരുടെ പെൻഷൻ ഏപ്രിൽ മാസം മുതൽ മുടങ്ങാൻ സാധ്യതയുണ്ട്. നിലവിൽ ജനുവരി മാസത്തെ 2000 രൂപയുടെ വിതരണം പുരോഗമിക്കുകയാണ്. അക്കൗണ്ടിൽ തുക ലഭിച്ചവർ അക്കാര്യം ഒന്ന് കമന്റായി രേഖപ്പെടുത്തുവാൻ മറക്കാതിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ പെൻഷൻ അറിയിപ്പുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.